ഹായ് ഓൾ, എല്ലാവർക്കും ടൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു സെറ്റ് എക്സാമും കൂടെ കഴിഞ്ഞല്ലേ. ഇനി അടുത്തൊരു സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനുള്ള ടൈമാണ് നമുക്ക് മുൻപിലുള്ളത് അല്ലേ. ഈ വരുന്ന സെറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റ് എക്സാം ആണ്. മറ്റൊന്നുകൊണ്ടുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വരുന്ന വർഷങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു വർഷമാണ് അല്ലെ. അപ്പൊ അതെന്തായിരിക്കും എന്നുള്ളത് ഇനി മുന്നോട്ടുള്ള വർഷങ്ങൾ ഇപ്പൊ 2030 കൂടി ഈ പറയുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുതിയ NEP നയവും എല്ലാം നമ്മൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് 2030 കൂടി. അപ്പം ഈ ഒരു ഡ്യൂറേഷൻ ഇപ്പൊ 24 ഈ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെതായ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഓരോന്നോരോന്നായിട്ട് ഒരു പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവില്ല എങ്കിൽ കൂടി ഓരോന്നോരോന്നായിട്ട് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്ന് 2030 കൂടി ആ ഒരു റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്ന രീതിയിലാണ് പോകുന്നത് അല്ലെ. അപ്പോൾ ഇനി വരുന്ന കാലത്ത് നിങ്ങൾക്കറിയാം ഈ ഒരു നമ്മുടെ ഒരു സ്ട്രക്ചർ തന്നെ ക്ലാസിന്റെ സ്ട്രക്ചർ തന്നെ മാറ്റുമ്പോൾ ഏകദേശം 9 മുതൽ 12 വരെ ഒരു സെറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിലേക്ക് മാറി വരുമ്പോൾ സെറ്റ് എക്സാമിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും വരാൻ പോകുന്ന മാറ്റം എന്നുള്ളത് ഒഫീഷ്യലി നമ്മൾക്ക് അറിയില്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും സെറ്റ് പോലുള്ള ഒരു എക്സാം ഇപ്പൊ 9 മുതൽ 12 വരെ ഒരു സെക്ഷനിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സെറ്റ് എക്സാമിന്റെ ഇമ്പോർട്ടൻസ് കൂടത്തേ ഉള്ളൂ. തീർച്ചയായിട്ടും എന്തായിരിക്കും മാറ്റം എന്നുള്ളത് സ്പെസിഫിക്കലി നമുക്ക് പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ക്രൂഷ്യൽ ആണ്. വൺസ് മാറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ മാറ്റവുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം. ആ പറയുന്ന ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും ഒക്കെ നമ്മൾ നേടേണ്ടിയിരിക്കും അല്ലെ. അപ്പൊ ഇപ്പൊ നമുക്ക് വളരെ സേഫ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനി വരുന്ന സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു നല്ല പ്രിപ്പറേഷൻ ഇപ്പം ചിലവരൊക്കെ നിങ്ങൾക്കറിയാം ചിലവരൊക്കെ ഈ പറയുന്ന സെറ്റ് എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ PG ഉള്ളവരാണെങ്കിലും സെറ്റ് പറ്റില്ല ഒരു HSA വരെയൊക്കെ പോയാൽ മതി അല്ലെ, ആ ഒരു രീതിയിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ അത് അവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇഫോർട്ട് ഒരിക്കലും അതിന് കൊടുത്തിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ. കാരണം PG പഠിച്ച് ഓരോ സബ്ജക്റ്റിനെയും PG ജയിക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും സെറ്റ് എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും അല്ലെ. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് വളരെ എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ PG ക്വാളിഫിക്കേഷൻ ഉള്ള ആരും ഇനിയിപ്പം നിങ്ങൾ ഡിഗ്രി ഉണ്ട് BEd ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇനി PG എടുക്കാൻ ഒരു സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എക്സാമിനൊക്കെ ക്വാളിഫൈ ചെയ്യാൻ ഒരു PG എടുക്കാൻ അവർ തീർച്ചയായിട്ടും നിർബന്ധിതരാകും. ഇനി അങ്ങനെയല്ല PG ഓൾറെഡി ഉള്ളവർ തീർച്ചയായിട്ടും സെറ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻപിൽ ഒരു എയിം ആയിട്ട് തന്നെ കണക്കാക്കുക, നിങ്ങളൊരു ടീച്ചിങ് പ്രൊഫഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒത്തിരി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ. നമ്മളെല്ലാവരും ഈ ഒരു മേഖലയിൽ അപ്ഡേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു നിൽക്കുന്നവരാണ് അല്ലെ. അപ്പോൾ ഇനി വരുന്നത് നമുക്ക് ജനുവരി 2025 സെറ്റ് എക്സാം ആണ്. ജനുവരി മാസത്തിലായിരിക്കും ഈ ഒരു എക്സാം. നമുക്കൊരു 6 മാസം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ വളരെ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ, ഓരോ നമ്മുടെ ടോസ് അക്കാഡമിയിൽ ഓരോ വർഷം ഒത്തിരി സ്റ്റുഡൻസ് ആണ് ഈ സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അല്ലെ. ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ നിന്ന് പാസ്സാവുന്നെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് കറക്റ്റ് ആയിട്ട് അവരത് പോർട്രേ ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ ടോസ് അക്കാഡമിയിൽ യാതൊരു വിധമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളും ഇല്ല. കൃത്യമായിട്ട് എത്ര കുട്ടികൾക്ക് കിട്ടിയെന്ന് അവരുടെ ഫോട്ടോ സഹിതം പേരടക്കം നമ്മൾ പോസ്റ്റേഴ്സ് ഓരോ എക്സാം കഴിയുമ്പോഴും എല്ലാ വർഷവും വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോസ് അക്കാഡമിക്ക് ടെലിഗ്രാം ചാനലുണ്ട്, അതിലൂടെ നമ്മൾ ഓരോ സബ്ജക്റ്റിലെയും സ്റ്റുഡൻസിനെയൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോസ് അക്കാഡമിയിൽ 2025 ജനുവരി എക്സാമിന് വേണ്ടിയിട്ടുള്ള കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന പുതിയൊരു ബാച്ച് ഈ വരുന്ന ഓഗസ്റ്റ് 4-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് 4-ന് നമ്മൾ ഡെമോ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വീക്കിന്റെ ഡെമോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ആ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് താല്പര്യപ്പെട്ടാൽ മാത്രം കേട്ടോ, ആ ഒരു പ്രൊവിഷൻ കൂടെ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ തരികയാണ്. നിങ്ങൾ ആ ഒരു 1 വീക്ക് നമ്മുടെ കൂടെ ആയിരിക്കുക, ക്ലാസ്സുകളും മറ്റും കാണുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളവർ മാത്രം ഈ ഒരു കോഴ്സിൽ പേയ്മെന്റ് ചെയ്ത് ജോയിൻ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ,
അപ്പോൾ ക്ലാസ്സുകളുടെ പ്രത്യേകത ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. നമുക്ക് ഡെമോ സെഷൻ ഉണ്ട്, ഓൾറെഡി പറഞ്ഞല്ലേ. ക്ലാസ്സുകളെല്ലാം തന്നെ റെക്കോർഡഡ് ആയിരിക്കും, റെക്കോർഡഡ് സെഷൻസ് ആണ്. കൂടുതലും ജോലി ചെയ്യുന്നവരും 17-18 വർഷമൊക്കെ ഇയർ ഗ്യാപ്പ് ഉള്ളവരൊക്കെ ധാരാളം പേര് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മുടെ ഇവിടുന്ന് സെറ്റ് ക്രാക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ റെക്കോർഡ് ക്ലാസ്സുകളാണ് ജോലി ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട്, റെക്കോർഡ് ക്ലാസ്സുകളാണ് കൂടുതലും നമ്മൾ കൺസെപ്റ്റ് റെക്കോർഡ് ക്ലാസ്സുകളിലൂടെയാണ് പറയുന്നത്. എങ്കിലും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആയിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സുകളും വെക്കാറുണ്ട്. അത് രാത്രി ഒരു 8:30-ക്കൊക്കെ ശേഷം നിങ്ങളോട് ചോദിച്ച് കൺവീനിയന്റ് ആയിട്ട് ഹോളിഡേയ്സിലൊക്കെ ആയിരിക്കും നമ്മൾ, പൊതു അവധി ദിവസങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ അത്തരം ക്ലാസ്സുകൾ വെക്കാറുള്ളത്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നായിരിക്കും നിങ്ങളെ കണ്ടന്റുകൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഒതന്റിക് ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്നുള്ള കൺസെപ്റ്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. PDF നോട്ട്സ് അവൈലബിൾ ആണ്. ഒത്തിരി പേര് ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ ക്ലാസ് കേട്ട് നോട്ട് എഴുതാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ സൗകര്യത്തിന് PDF നോട്ട്സ് അവൈലബിൾ ആക്കുന്നുണ്ട്. വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പം മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും ഒരു വീഡിയോ ക്ലാസ് വെച്ചായിരിക്കും നിങ്ങൾക്ക് തരിക. പിന്നെ ഒരു ദിവസം വൈകുന്നേരം ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഏകദേശം ആ ടൈം ആവുമ്പോഴേ നമ്മൾ അടുത്ത ക്ലാസ് തരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഫ്രീ ആയിട്ടിരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് കൺവീനിയന്റ് ആവുന്ന സമയത്ത് ക്ലാസ്സുകൾ കാണാം. അപ്പൊ മൺഡേ ടു ഫ്രൈഡേ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളെ ബേസ് ചെയ്ത് എല്ലാ മൺഡേയും നമുക്ക് ഇവിടെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ വൺസ് ഒരു മന്ത് കഴിയുമ്പോൾ നമ്മൾ മന്ത്ലി എന്തൊക്കെ പഠിപ്പിച്ചു അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, ഓരോ വീക്ക്ലി ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതാത് ദിവസം ക്ലാസ് കേട്ട് പഠിച്ചെടുത്ത് മാറ്റി വെക്കുന്നു. വീക്ക്ലി ടെസ്റ്റിന് 2ാമത്തെ റിവിഷൻ അവിടെ നടക്കുന്നു. മന്ത്ലി ടെസ്റ്റിൽ 3ാമത്തെ റിവിഷൻ നടക്കുന്നു. കണ്ടോ? അപ്പൊ നമ്മൾ നോർമലി ഈ ഒരു റെഗുലർ കോഴ്സിൽ ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു 3 തവണയുള്ള റിവിഷൻ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. കണ്ടോ? അതിനുശേഷം നമ്മളൊരു 1.5-2 മന്ത് ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ഒരു ഫൈനൽ ലാബ് റിവിഷനും കൂടെ എല്ലാ ബാച്ചിലും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു റിവിഷൻ സ്ട്രാറ്റജി നമുക്കുണ്ട്. അതനുസരിച്ചായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അസൈൻമെന്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ നമുക്കറിയാം പുതിയ രീതിയിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യേണ്ടി വരും അല്ലെ. അതിനുവേണ്ടി അസൈൻമെന്റ്സ്, PYQ ഡിസ്കഷൻസ് 2016 മുതലാണ് നമ്മൾ ഇപ്പൊ ഫോളോ ചെയ്യുന്ന സിലബസ്. അപ്പൊ ആ 16 മുതലുള്ള എല്ലാ PYQസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, വീഡിയോ ക്ലാസ്സുകളായിട്ടും PDF നോട്ട്സ് ആയിട്ടും ഒക്കെ അതിന്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. ലൈവ് ഓറിയന്റേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി പേഴ്സണൽ മെന്ററിങ് ആൻഡ് ഡൗട്ട് ക്ലിയറിംഗ്. ഇപ്പൊ ടോസ് അക്കാഡമിയുടെ പ്രത്യേകത ഇവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെയാണ് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുകയും നിങ്ങളുടെ കൂടെ ഈ ഒരു 6 മന്ത് ഒരു ഫ്രണ്ടിനെ പോലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു 6 മാസം ഇവിടുത്തെ കോച്ചിങ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങളുടെ വീക്ക്നെസ്സിൽ നിങ്ങളുടെ കൂടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് നിൽക്കാനൊക്കെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു 6 മാസത്തെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ അതൊരിക്കലും എന്താ പറയുക, നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിക്കോണമെന്നില്ല അല്ലെ, പഠിച്ച് പോവാനൊക്കെ. അപ്പൊ നിങ്ങൾ ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും, ഫാമിലീസിലൊക്കെ വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം കോപ്പപ്പ് ചെയ്ത് ഒരു 6 മാസം ഒരു ഫാമിലി ആയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസും ഫാക്കൽറ്റീസ് എല്ലാം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും ആൻഡ് നിങ്ങൾക്ക് ആപ്പിലൂടെ ആയിരിക്കും ക്ലാസ്സുകൾ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് ആപ്പിലൂടെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എക്സാം വരെയുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കും ആൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും പേയ്മെന്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ഒരു ബേർഡൻ ആയിട്ട് മാറുകയില്ല. ഓക്കെ, അപ്പൊ താല്പര്യമുള്ള എല്ലാവരും 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ടോസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒത്തിരി വർഷം ഗ്യാപ്പ് ഉള്ള സ്റ്റുഡൻസ് ഒക്കെ വളരെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇവിടുന്ന് സെറ്റ് ക്രാക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളെല്ലാം നോക്കി ഡെമോ സെഷനും എടുത്ത് നിങ്ങൾ കൺവിൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇവിടെ ജോയിൻ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പൊ താല്പര്യമുള്ള എല്ലാവരും മാക്സിമം ഡെമോ സെഷന് അപ്പിയർ ചെയ്യാൻ നോക്കുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ മറ്റുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നമ്മുടെ ഇവിടുത്തെ
ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സെറ്റ് എക്സാം എന്ന് പറയുന്നത്, ഇനി സെറ്റ് എക്സാം ഇല്ലാതെ ഇപ്പൊ PG BEd ഉള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാതെ നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മുടെ ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ. ഓക്കെ, അപ്പൊ അതെല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുക. പുതിയ മാറ്റങ്ങളൊക്കെ സെറ്റ് എക്സാമിനാണെങ്കിലും നമ്മുടെ അധ്യാപന മേഖലയിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നമ്മൾ നേടിയെടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.